നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷത്തിൽ ചില സംക്രമങ്ങൾ വരുമ്പോൾ അതൊരു വ്യക്തിക്ക് മാത്രമല്ല, ആ വ്യക്തി വസിക്കുന്ന കുടുംബത്തിൻ്റെ തന്നെ വിധി മൊത്തത്തിലൊന്ന് മാറ്റി എഴുതാൻ പോകുന്നവയായിരിക്കും. ഈ ഏപ്രിൽ 14 രാവിലെ കൃത്യമായി പറഞ്ഞാൽ 9 മണി കഴിഞ്ഞ് 38 മിനിറ്റോടുകൂടി ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു. അതായത് ആത്മാവിൻ്റെ കാരകൻ, അതായത് ആത്മകാരകനായ സൂര്യൻ കേതു ഭരിക്കുന്ന അശ്വതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഏപ്രിൽ 28 വരെ നീളുന്നതായ ഈ 14-ാം തീയതി മുതൽ തുടങ്ങുന്ന ഒരു മാറ്റം 4 രാശിക്കാർക്കായിരിക്കും തിരിഞ്ഞു നോക്കേണ്ടതായി വരാത്ത ഒരു ഭാഗ്യത്തിൻ്റെ സമയം, അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. ഈ 4 രാശിക്കാർ ആരൊക്കെയാണ്? അവർ ഈ ഭാഗ്യത്തെ തങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടതായ ചില പൊടിക്കൈകൾ കൂടി ഉൾപ്പെടുത്തിയ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഈ ഒരു സംക്രമത്തിൻ്റെ ശാസ്ത്രം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ സൂര്യൻ എന്താണ് എന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. സൂര്യൻ ആത്മാവ്, പിതാവ്, അധികാരം, സർക്കാർ ഉദ്യോഗം, ആരോഗ്യം, കണ്ണിൻ്റെ കാഴ്ച, ആത്മവിശ്വാസം എന്നിവയുടെ ഒക്കെയും കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ സൂര്യൻ ബലവാനായി നിന്നാൽ അയാൾ എവിടെ ചെന്നാലും ശോഭിക്കും എന്നതാണ്. അതേപോലെ കേതുവിൻ്റെ നക്ഷത്രമാണല്ലോ അശ്വതി നക്ഷത്രം. അപ്പോൾ മേടം രാശിയിലെ ആദ്യ നക്ഷത്രം കൂടിയാണ് അശ്വതി. അപ്പോൾ അശ്വതി എന്നാൽ 2 കുതിരകൾ, വേഗത, ചികിത്സ, പുതിയ തുടക്കം, രോഗശമനം, രോഗശാന്തി എന്നിവയെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കേതു ജ്ഞാനം, മോക്ഷം, പെട്ടെന്നുണ്ടാകുന്നതായ മനുഷ്യഗത മാറ്റങ്ങൾ എന്നിവയുടെ കാരകത്വം വഹിക്കുന്ന ഗ്രഹം കൂടിയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇത്രയുമാണ്. ആത്മവിശ്വാസത്തിൻ്റെ സൂര്യൻ വേഗതയുടെയും ആത്മീയതയുടെയും ഫലമായ കേതുവിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ഫലമായി വന്നു ചേരുന്നത് പെട്ടെന്നുള്ള പുരോഗതി ഉണ്ടാകും. മുടങ്ങിക്കിടന്നതായ, അതായത് നടക്കില്ല, എന്തെല്ലാം ശ്രമിച്ചിട്ടും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാകും. പക്ഷെ കേതുവിനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, അത് മനസ്സിലാക്കണം. അഹങ്കാരം കാണിക്കരുത് നമ്മൾ ഈ ഒരു സമയത്ത്. കാരണം ഇന്നലെ വരെ പ്രയാസപ്പെട്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് വേഗത്തിൽ നടക്കുമ്പോൾ നമുക്ക് സ്വയമേവ ഒരു അഹങ്കാര സ്വഭാവം വന്നു ചേരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ അഹങ്കാരം വന്നാൽ അതായത് കേതു തള്ളി താഴെയിടും. അതുകൊണ്ട് വിനയം കാണിച്ചാൽ കേതുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയും ഉയരങ്ങളിൽ എത്തിച്ചേരാനായി സാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ മഹാഭാഗ്യം തുടങ്ങുന്ന 4 രാശിക്കാരിൽ ആദ്യത്തെ രാശി അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിയാണ്. അപ്പോൾ മേടം രാശിക്കാർക്ക് ഇവിടെ സ്വന്തം ലഗ്നത്തിൽ തന്നെയാണ് സൂര്യൻ വരുന്നത്. ഇത് രാജയോഗ തുല്യ സമാന ഫലങ്ങളെ ആയിരിക്കും നൽകുന്നത്. കൂടാതെ ആരോഗ്യം മെച്ചപ്പെടും, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉത്തമമാണ്. വാക്കിന് മറ്റുള്ളവർ വില കൽപ്പിക്കും. നമ്മൾ വീട്ടിലായാലും നാട്ടിലായാലും ഇറങ്ങുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നീ പോടാ എന്ന് പറയുന്നതും നമ്മൾക്കൊരു കസേര തന്നിട്ട് നമ്മൾ പറയുന്നതിന് 10 പേര് ശ്രമിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്കായിരിക്കും 14-ാം തീയതി മുതൽ വന്നു ചേരുന്നത്. സർക്കാർ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടാതെ മുടങ്ങിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനം വരും. പ്രൊമോഷൻ അല്ലെങ്കിൽ സ്ഥലം മാറ്റം എങ്ങോട്ടാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം പൂർത്തീകരണം ഉണ്ടാകും. നേതൃത്വ പാഠവും കിട്ടും. ഒരു ടീമിനെയൊക്കെ നയിച്ചു കൊണ്ടുപോകാനുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിലേക്ക് വന്നു കിട്ടും. അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഭഗവാൻ സൂര്യനെ പ്രീതിപ്പെടുത്തണം. അതിനായിട്ട് ദിവസവും രാവിലെ 6-നും 8-നും ഇടയ്ക്ക്, 6 മണിക്ക് തന്നെ കൃത്യമായി ചെയ്യാൻ സാധിച്ചാൽ അതാണ് ഉത്തമം. ഒരു ചെമ്പ് പാത്രം എല്ലായിടവും കാണില്ല. അപ്പോൾ ചെമ്പില്ലെങ്കിൽ വേറൊരു പാത്രമായാലും മതി, ശുദ്ധമായിരിക്കണം. അതിലല്പം വെള്ളം എടുത്ത് കുറച്ച് ചുമന്ന പുഷ്പങ്ങൾ, ചുവപ്പ് തന്നെ വേണം, അല്പം ശർക്കരയും കൂടി ഇട്ട് കിഴക്ക് ദിക്കിലേക്ക് നോക്കി സൂര്യഭഗവാന് അർഘ്യം സമർപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. നല്ല സമയമായതിനാൽ ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിച്ചാൽ ഇരട്ടി നേട്ടമായിട്ട് വന്നു ചേരും. പിന്നെ ആദിത്യ ഹൃദയ സ്തോത്രം ഒരു തവണ ഇതിന് ശേഷം, അതായത് ഈ അർഘ്യം സമർപ്പിക്കുമ്പോൾ തന്നെ ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കാം. അതല്ലെങ്കിൽ അർഘ്യം സമർപ്പിച്ചതിന് ശേഷം ആദിത്യ ഹൃദയം ജപിക്കാവുന്നതാണ്. ഇനി ഞായറാഴ്ച ദിവസം ഗോതമ്പ്, ശർക്കര ഇതൊക്കെ ദാനം ചെയ്യാൻ സാധിച്ചാലും ഏറ്റവും മഹത്വമായ കാര്യമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, പിതാവുമായി തർക്കിക്കാൻ പോകരുത്. അതേപോലെ അധികാരികളോടും അഹങ്കാരം കാണിച്ചുകൊണ്ടുള്ള സംസാരത്തിന് പോകരുത്, വിനയായി മാറുന്നതാണ്. എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന ഒരു വാചകം, അല്ലെങ്കിൽ ഞാൻ എല്ലാം അറിയുന്നവനാണ് എന്നുള്ള ഒരു ധാർഷ്ട്യം, ഇതൊന്നും ഈ ഒരു സമയത്ത് പാടുള്ളതല്ല. വിനയത്തോടു കൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ഭാഗ്യം വന്ന് ചേരുന്നതാണ്. മകയിരം, തിരുവാതിര, പുണർദം
മിഥുനം രാശിക്കാർക്ക്. അപ്പോൾ മിഥുനം രാശിക്ക് ഭഗവാൻ ആദിത്യൻ, അതായത് സൂര്യൻ 11ാം ഭാവമായ ലാഭസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷത്തിൽ ഈ 11ൽ നിൽക്കുന്ന സൂര്യൻ എല്ലാ ആഗ്രഹവും സാധിപ്പിക്കും എന്നതാണ്. ഇവിടെ നേട്ടങ്ങൾ, മുടങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ വരികയും പുതിയ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഡീല് കാത്തിരിക്കുന്നവർക്കൊക്കെ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ലാഭമൊക്കെ ഉണ്ടാകും. സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഒരു കുതിച്ചുചാട്ടമൊക്കെ ഉണ്ടാകുന്നതാണ്. മൂത്ത സഹോദരൻ വഴി ഗുണമുണ്ടാകും. വലിയ ആളുകളുടെ ഒരു സഹായം, അവരുടെ വാക്കുകളായിട്ടുള്ള സഹായമാകാം അല്ലെങ്കിൽ ധനപരമായ സഹായവും ഈ ഒരു സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വീട്ടിൻ്റെ കിഴക്കേ ഭാഗം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അവിടെ അഴുക്കോ മറ്റു കാര്യങ്ങളോ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞായറാഴ്ച ദിവസം ആയുധ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം ഉത്തമമാണ്. അതേപോലെ കേതുവിൻ്റെ പ്രീതി ലഭിക്കുന്നതിനായി ഗണപതി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു നാളികേരം തലയ്ക്ക് ഒഴിഞ്ഞ് കേതുവിനെയും സ്മരിച്ച് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കൽ ഉടയ്ക്കേണ്ടതും ഉത്തമമാകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കും വാക്ക് കൊടുക്കാനായിട്ട് പോകരുത്. ചിലപ്പോൾ ഈ ഒരു വാക്ക് ചിലപ്പോൾ പാലിക്കപ്പെടാതെ വരുമ്പോൾ അത് ദോഷത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. രഹസ്യങ്ങൾ ഒന്നും തന്നെ ആരുമായി പങ്കുവയ്ക്കരുത്. പണം എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് എങ്ങനെ കോടീശ്വരത്വം വന്നു എന്നുള്ള രഹസ്യങ്ങളുണ്ടല്ലോ, ഇതൊന്നും പങ്കുവയ്ക്കരുത്. പണം എന്ന് പറയുന്നത് എപ്പോഴും ആരുടെയും കയ്യിൽ വന്നു ചേരുന്ന ഒരു സാധനമല്ല. ഇനിയെങ്കിലും മനസ്സിലാക്കുക, അത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ളപ്പോൾ മാത്രമേ വരൂ. അങ്ങനെ വരുമ്പോൾ എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്തിട്ടാണ്, എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണെന്ന് മറ്റൊരു ചെവിയിലേക്ക് വന്ന് അറിയിച്ചാൽ ആ ഭാഗ്യം നഷ്ടപ്പെടും. അപ്പോൾ ലാഭം വരുമ്പോൾ വീമ്പിളക്കുന്ന ഒരു സ്വഭാവം, ഭാഗ്യം വരുമ്പോൾ 10 പേരോട് കൊട്ടി ഘോഷിക്കുന്ന സ്വഭാവം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അത് നിർത്തുക, ആ ഭാഗ്യത്തെ നിലനിർത്തുക. മകം, പൂര, ഉത്രം, ചിങ്ങം രാശിക്കാർക്ക്. അപ്പോൾ ചിങ്ങം രാശിക്കാർക്ക് സൂര്യൻ്റെ സ്വന്തം രാശിയാണ് നിങ്ങൾ, അത് മനസ്സിലാക്കുക. ഇപ്പോൾ സൂര്യൻ 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത്, അപ്പോൾ പിതാവ്, ഗുരു, ഭാഗ്യം എന്നിവയുടെ സ്ഥാനം ഇവിടെ തെളിയുന്നുണ്ട്. അപ്പോൾ നേട്ടങ്ങളായിട്ട് പറയാൻ, സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സ്വത്ത്, പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വത്ത് സംബന്ധമായ ഏതെങ്കിലും വിധേന തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. പിന്നെ സമൂഹത്തിൽ അന്തസ്സുണ്ടാകണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയോടെ വരണം, അല്ലെങ്കിൽ അതിൽ സ്ഥാനമാനങ്ങൾ, അന്തസ്സ് ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരമൊക്കെ വന്നു ചേരും. തീർത്ഥാടന യാത്ര അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകൾ എന്നിവയ്ക്കൊക്കെ പങ്കെടുക്കാനുള്ള ഒരു യോഗം വരും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിലും ഇതിൽ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വീട്ടിലെ പൂജാമുറിയിൽ ദിവസവും രാവിലെ ഒരു ഗായത്രി മന്ത്രം ഒരു 11 ജപിക്കുന്നത് ഉത്തമമായിരിക്കും. അത് രാവിലെയും ജപിക്കാം, വൈകിട്ടും ജപിക്കാം. ഈ കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രമല്ല, എപ്പോഴും ജപിക്കുന്നത് ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പവർഫുള്ളായ മന്ത്രമാണ്. നമ്മളെ കുട്ടികളെ പോലും നമ്മളത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുമാണ്. അതേപോലെ ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഏപ്രിൽ 14-നും 28-നും ഇടയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ പിതാവിൻ്റെ കാൽ തൊട്ട് വാങ്ങി അനുഗ്രഹം നേടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ പിതാവ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം, പിതാവ് മഹാദേവനാണല്ലോ നമ്മുടെ പിതാവ്, എല്ലാവരുടെയും പിതാവ്, പിതാദേവവും മഹാദേവ എന്നാണല്ലോ പറയുന്നത്. മാതാച്ച പാർവതി ദേവി പിതാദേവോ മഹേശ്വര എന്ന് ചൊല്ലുണ്ട്. അപ്പോൾ പിതാവായിട്ട് മഹാദേവനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി ശിവപ്രീതിക്കായിട്ടൊരു കൂവളമാലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതേപോലെ ഓറഞ്ച്, മാതളം എന്നീ പഴങ്ങൾ ദാനം ചെയ്യുന്നതും ഏറ്റവും അധികം ഉത്തമമായിരിക്കും. അതായത് ക്ഷേത്ര പരിസരത്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഭിക്ഷയാചിക്കുന്നവർ, പാവപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ ദാനമായിട്ട് ഫ്രൂട്ട്സ്, ഇങ്ങനെ ഓറഞ്ചും അതേപോലെ മാതളവും ദാനം ചെയ്യാനായിട്ട് ഈ ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിട്ട് വരും. ഉത്രാടം, തിരുവോണം, അവിട്ടം മകരം രാശിക്ക് ഇവിടെ ആദിത്യൻ, അതായത് സൂര്യൻ 4ാം ഭാവമായ സുഖസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ വീട്, വാഹനം, അമ്മ, മനസ്സമാധാനം എന്നിവയാണ് ഇവിടെ ഒരു സ്ഥാനമായി പറയാനുള്ളത്. അപ്പോൾ വീട് പണി മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് വേഗത്തിലാകും. സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലൊരു ആശയം രൂപം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് വേഗത്തിലാകുന്നതാണ്. കർമ്മമേഖലയിൽ, അതായത് ടെമ്പററി ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, താൽക്കാലിക നിയമനം എന്നൊക്കെ പറയാം. അപ്പോൾ അത് സ്ഥിരതയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകും. മേലധികാരിയുടെ പ്രീതി ഉണ്ടാകും. നമ്മൾ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് മേലധികാരിക്ക് എന്നോടൊരു ഇഷ്ടമില്ല. ഗ്രഹങ്ങളുടെ ആനുകൂല്യം ലഭിക്കാതിരുന്നാൽ ഇനി എന്തൊക്കെ തലകുത്തും പറഞ്ഞാലും മേലധികാരിയുടെ പ്രീതി എന്നല്ല ആരുടെയും പ്രീതി ലഭിക്കില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി മനസ്സന്തോഷമുണ്ടാകും, ശുഭവാർത്താ ശ്രവണം വരും, വരുമാനത്തിൽ നല്ലൊരു വർധനവ് ഉണ്ടാകും. അപ്പോൾ വീടിൻ്റെ
ഫ്രണ്ട് ഭാഗം, അതായത് പൂമുഖ ഭാഗം ദിവസവും തൂത്ത് വൃത്തിയാക്കിയിട്ട് മഞ്ഞൾ വെള്ളം നിത്യേന കുടയാനായിട്ട് ശ്രമിക്കണം. 1-2 ദിവസം ചെയ്തിട്ട് മടിക്കുകയല്ല. നിത്യേന ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. ഈ പറയുന്ന എനിക്കല്ല ഗുണം. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് ചെയ്തു നോക്കിയാൽ അതിൻ്റെ ഗുണം തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരും. ലക്ഷ്മി ദേവി ഗൃഹത്തിലേക്ക് വരും. അതേപോലെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ചുവന്ന വസ്ത്രത്തോടാണ്. അപ്പോൾ ചുവന്ന ഒരു പട്ടുടയാടയൊക്കെ അമ്മയ്ക്ക് കൊടുക്കാൻ സാധിച്ചാൽ, ചിലപ്പോൾ സാരി കൊടുക്കാം, ചുവന്ന പട്ടു കൊടുക്കാം, ഉടയാട കൊടുക്കാം. അപ്പോൾ ഇതിലേത് നിങ്ങളുടെ ധനത്തിനനുസരിച്ച് കൊടുത്താൽ അമ്മയുടെ ഒരു കവചം, ഒരു ശക്തി നിങ്ങൾക്ക് തുണയായി എപ്പോഴും കൂടെ ഉണ്ടാകുന്നതാണ്. പിന്നെ ഞായറാഴ്ച വ്രതം എടുക്കാനായിട്ട് സാധിക്കുന്നതും നല്ലതാണ്. ഉപ്പൊക്കെ ഉപേക്ഷിച്ച് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചപ്പോൾ ഞായറാഴ്ച ദിവസം ഒന്ന് വ്രതം എടുക്കാൻ കഴിഞ്ഞാലും നല്ല ഒരു മാറ്റമൊക്കെ വന്നു ചേരുന്നതാണ്. ഈ ഒരു സമയത്ത് അമ്മയുമായിട്ടോ ഭാര്യയുമായിട്ടോ ഒന്നും തർക്കത്തിന് പോകരുത്. വീട്ടിൽ കൃത്യമായ മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ആരോടും ഒരു ശുഭകരമല്ലാത്തത്, അശുഭകരമായ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പോകാതെ എപ്പോഴും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശുദ്ധമായി ഇരിക്കാൻ ശ്രമിച്ചാൽ ഈ ഭാഗ്യം തീർച്ചയായും നിങ്ങളിലേക്ക് പൂർണ്ണമായി വന്നു ചേരുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഏപ്രിൽ 14 മുതൽ 28 വരെയുള്ള ഈ ഒരു സമയങ്ങൾ ഒരു ഭാഗ്യത്തിൻ്റെ വാതിലാണ് തുറക്കുന്നത്. ഭാഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ പറയേണ്ട കാര്യമില്ല. എപ്പോഴും ഒന്നും തുറന്നു കിട്ടുകയില്ല. വിചാരിക്കുമ്പോൾ കിട്ടുന്ന സാധനമല്ല ഭാഗ്യം. കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാഗ്യം വരുന്നത്. ആ ഭാഗ്യം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുകയാണ്. ആ വാതിൽ തുറക്കേണ്ടത് നിങ്ങളാണ്. അഹങ്കാരം കാണിച്ചിട്ടോ അല്ലെങ്കിൽ വിനയമില്ലാത്ത സ്വഭാവം കാണിച്ചിട്ടോ സൂര്യഭഗവാന്റെ പിന്തുണ, അനുഗ്രഹം ഇതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ രാശി ഇതിലുണ്ടെങ്കിൽ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായവുമായി കാണുന്നതുവരെ നന്ദി.